ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിനക്ക് നിന്റെ അച്ഛൻ ഓഹരി തന്നില്ല. ആഗ്രഹിച്ചതിന് പകരമായിട്ട് ഒരു നുള്ളു മണ്ണ് പോലും തന്നില്ല. പക്ഷേ നിന്നെ എവിടെ ഇരുത്തിക്കൊണ്ട് ഞാൻ നിന്റെ അച്ഛനോട് ചോദിച്ചാ അയാൾ എന്റെ മേശപ്പുറത്ത് പണം കൊണ്ടുവന്ന് വെക്കും. സാർ അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയാണ്ടല്ലോ അടിച്ച് പിരുത്ത് കളയും. എത്ര നാളത്തെ കാത്തിരിപ്പാണ് മനുഷ്യനെ തീ തിരിച്ചോണ്ട്. അങ്ങനെ തന്നെ നിന്നാ മതി. കണ്ടാച്ചേ കണ്ടാച്ചേ. ഇത്രയും കാലം രണ്ടും കൂടെ മനുഷ്യനെ തീ തീറ്റിച്ചിട്ട് സുജാതെ ഇവരെ ഇങ്ങനെ വിടുന്നത് ശരിയാണോ? രണ്ടിനെയും കൂടെ അങ്ങോട്ട് ഒന്നിപ്പിക്കണ്ടേ? ഇനി ഇവരെന്തിനാ ഒന്നിപ്പിക്കുന്നത്? ഇവര് ജീവിച്ചു തുടങ്ങിയില്ലേ രാമകൃഷ്ണേട്ടൻ? എടോ ഹരി, ഇപ്പോഴാണോ തന്റെ അവാർഡ് പൂർണ്ണമായത്? ഇപ്പോഴാണോ താൻ ഉയരങ്ങളിലെത്തിയത്? എനിക്കിത് മുന്നാടിയെ തെരയും സാർ. ഇവർ രണ്ടുപേരും ഒരേ ഡ്രസ് പോട്ട് വന്നില്ല, അപ്പവേ തെരയും. അപ്പൊ അതായിരുന്നു ഇറങ്ങാൻ നേരത്തുള്ള ചർച്ച. അല്ല, ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി എങ്ങോട്ടാ പോയത്? അമ്മേ, ഞങ്ങൾ ജയിലിൽ പോയി. ഞങ്ങള് ജീവനെ കണ്ടു. എനിക്കത് പറയണമായിരുന്നു. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ഹരി എന്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇനിയുള്ള എന്റെ ജീവിതത്തിൽ എന്നും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതെ മോളെ, അത് ചങ്കൂറ്റം. അതിനാ കൈ കൊടുക്കേണ്ടത്. കൈ കൊടുക്ക സാർ. മോളെ അല്ല രഘുവേ, അല്ല ഇനിയേ എങ്ങനെയാ ഇവരുടെ കാര്യങ്ങള്?
ഇനി എന്ത് കാര്യങ്ങള്? ഞങ്ങൾ ഞങ്ങളുടെ പൂർണ്ണ സമ്മതത്തോടെ ഇവളെ അങ്ങ് കൊടുക്കുകയാണ് ഇവന്. ഉം. ഓ മുരുക, അയ്യോ ഇക്കാലത്തൊരു പെൺകുട്ടിയെ പൊതുസ്ഥലത്തുനിന്ന് കൂട്ടിക്കൊണ്ടുവരിക, കസ്റ്റഡിയിൽ വെക്കാന്നൊക്കെ പറഞ്ഞ വലിയ റിസ്കാ അല്ലടാ. പക്ഷേ നീ എന്റെ വല പൊട്ടിച്ച എനിക്ക് നിന്നെ കുത്തിപ്പറിച്ച് എടുത്തോണ്ട് വന്ന് ഇങ്ങനെ ഇരുത്താനല്ലേ പറ്റുമോളെ? നീ എന്താ കരുതി എന്നെ പറ്റിച്ച് കറന്നു കളയാന്നോ? അതോ ഞാൻ പണത്തിന് വേണ്ടി ബുദ്ധിമുട്ടിക്കുമ്പോ സ്ത്രീ സ്വാതന്ത്ര്യവും പറഞ്ഞ് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കളയാന്നോ? സാർ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് സാറിനോട് യാതൊരു വിരോധവുമില്ല. നിനക്കെന്തിനാ എന്നോട് വിരോധം? എന്റെ 50 ലക്ഷം രൂപ നിന്റെ കയ്യിലല്ലേ ഇരിക്കുന്നേ. അപ്പോ നിനക്ക് ഒട്ടും വേദന ഉണ്ടാവില്ല. പക്ഷെ കിട്ടാനുള്ള എനിക്ക് വേദനിക്കും. എന്നെ ഇവിടെ കൊണ്ടുവന്നത് കൊണ്ട് സാറിന് പണം കിട്ടുമോ? നിനക്ക് നിന്റെ അച്ഛൻ ഓഹരി തന്നില്ല. ആഗ്രഹിച്ചതിന് പകരമായിട്ട് ഒരു നുള്ളു മണ്ണ് പോലും തന്നില്ല. പക്ഷേ നിന്നെ ഇവിടെ ഇരുത്തിക്കൊണ്ട് ഞാൻ നിന്റെ അച്ഛനോട് ചോദിച്ചാ അയാൾ എന്റെ മേശപ്പുറത്ത് പണം കൊണ്ടുവന്ന് വെക്കും.